ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ടാൻ റിമൂവലിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ടാൻ റിമൂവ് ചെയ്യാനായിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസ് നോക്കി ഒന്നും ചെയ്തിട്ടില്ല, ഇതിങ്ങനെയാണ് കേട്ടോ ഫേസ് ഉള്ളത്. അത്യാവശ്യം ഇത് നന്നായിട്ട് ടാനൊക്കെ ആയിട്ടുണ്ട് കണ്ടോ. കുറച്ചധികമായിട്ട് ഇങ്ങനത്തെ ഹോം റെമഡീസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യും. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ ഫേസ് വാഷാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വെള്ളം ഒന്ന് പയ്യൊന്ന് ഡാബ് ചെയ്ത് കളയാം കേട്ടോ. നന്നായിട്ടൊന്നും കഴുകണ്ട, ജസ്റ്റ് നനഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മുഖത്ത് മിറ്റേറ്റ് വീഴുന്ന വെള്ളം ഒന്ന് തുടച്ച് കളയാം കേട്ടോ. അടുത്തത് നമുക്ക് വേണ്ടത് ഒരു സ്ക്രബാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിൽ വേണ്ടത് നമ്മുടെ പഞ്ചസാര. അപ്പോൾ പഞ്ചസാര കുറച്ചെടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി, അതുകൊണ്ട് കുറച്ചെടുത്താൽ മതി. ഇത്രയും പഞ്ചസാര മതി. പിന്നെ വേണ്ടത് കോഫി പൗഡറാണ്. ഏതെങ്കിലും കോഫി പൗഡർ മതി കേട്ടോ. ഇതിപ്പം ഞാൻ വീട്ടിലുള്ളൊരു കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന കോഫി ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോഫി, ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി ആയാലും സാധാ കോഫി ആയാലും അത് മതി കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ കോഫിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കോഫി എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇത് കൈകൊണ്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടണം കേട്ടോ. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കൂടിപ്പോയി. അപ്പോൾ കുറച്ച് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളേ. എനിക്ക് പറ്റുന്ന പോലെ മണ്ടത്തരങ്ങളൊന്നും ആർക്കും പറ്റരുത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് പയ്യെ പയ്യെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ ഏരിയയിലൊക്കെ കുറച്ച് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം അവിടെ ഇങ്ങനെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവും നമ്മുടെ ഇമോഷൻ്റെ ഇവിടെ അങ്ങനെയൊക്കെ. ഈ ചീറ്റിൻ്റെ ഈ സൈഡ് വരുമ്പോൾ പതുക്കെ ചെയ്യുക കേട്ടോ. കാരണം അവിടെ കുറച്ചും കൂടെ സോഫ്റ്റാണ്. കണ്ണിൻ്റെ ചുറ്റുമൊന്നും ചെയ്യരുത് കേട്ടോ, സ്ക്രബ് ചെയ്യരുത്. നെറ്റിയുടെ ഇവിടെയൊക്കെ കുറച്ച് ഹാർഷായിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പൊയ്ക്കോളും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും, കാരണം നമ്മൾ അങ്ങനെ തിക്കായിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു ലെയർ ഇട്ടിട്ട് സ്ക്രബ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ വൈപ്പ് ഓഫ് ചെയ്യുക. ഒരു ടവൽ എടുത്തിട്ട് നമ്മളത് നനച്ചിട്ട് തുടച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഡ്രൈ ആവാനായിട്ട് നമുക്ക് കുറച്ച് സമയം വയ്ക്കാം. ഒരു മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും. അപ്പോഴത്തേക്ക് അത് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വൈപ്പ് ഓഫ് ചെയ്യാം. സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ. കാരണം കോഫി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് കേട്ടോ. ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ ഫേസ് നന്നായിട്ട് വൈപ്പ് ഓഫ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പായ്ക്ക് ഉണ്ടാക്കണം. അപ്പോൾ പായ്ക്ക് നമ്മുടെ സെയിം ബൗൾ തന്നെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോഫി പൗഡർ എടുക്കുക. കുറച്ച് മതി കേട്ടോ. ഏകദേശം രണ്ടും സെയിം ആണല്ലോ തന്നെ. ഫസ്റ്റ് വൺ കോഫി പൗഡറാണ്. അടുത്ത് നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. ഞാനിവിടെ കടലമാവാണ് എടുക്കുന്നത്. ഈ കടലമാവിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. എന്തെങ്കിലും ഒരു ഫ്ലോർ ആയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ കോൺഫ്ലോർ വേണമെങ്കിൽ എടുക്കാം. അപ്പം അത് എടുക്കുക. ഏകദേശം കോഫി പൗഡറും ഈ കടലമാവും തുല്യമായിട്ട് എടുക്കുക. ഈക്വൽ അളവിൽ എടുക്കുക.
പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. ഇനി റോസ് വാട്ടർ ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്താലും മതി കേട്ടോ. ഞാനിവിടെ റോസ് വാട്ടറാണ് എടുക്കുന്നത്. റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മതി. അതുകൊണ്ട് റോസ് വാട്ടറാണ് ഞാനിവിടെ എടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാൻ എല്ലാം കൈകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മിക്സ് ചെയ്യുന്ന എല്ലാം കൈകൊണ്ട് തന്നെ. ഈ കടലമാവിനൊരു ഇങ്ങനെ ഒരു കട്ട കട്ട പോലെ ഉണ്ടാവും. അപ്പം അത് കൈകൊണ്ടാകുമ്പോൾ നന്നായിട്ട് അത് ഉടയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെ അത് മിക്സ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ അന്നേരം ഇതേപോലെ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യാം. അല്ലാണ്ട് ഇങ്ങനെ ഫേസ് പാക്കൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതിനോടൊന്നും എനിക്കത്ര താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ വേസ്റ്റ് ആക്കാണ്ട് അന്നേരത്തേക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുക, അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം. നമ്മളിത് ഡെയിലി ഒന്നും ചെയ്യില്ലല്ലോ, ഒരു വീക്കിൽ വൺസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ അപ്ലൈ ചെയ്യാം. നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആവാൻ വരെ വെക്കാം. ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ഒക്കെ മതിയാവും. മാക്സിമം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആവുന്ന വരെ വെക്കണം. കണ്ടാൽ ഞാൻ കണ്ണിന് ചുറ്റുള്ള ഏരിയ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലായിടത്തും തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നവരെ കഴുത്തിലും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. കാരണം കോഫി പൗഡർ എന്താണെങ്കിലും എല്ലാവരുടെ വീട്ടിലുണ്ടാവും. പിന്നെ കടലമാവ് ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി എടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്ലോർ എടുത്താൽ മതി. പിന്നെ റോസ് വാട്ടറിന് പകരം നമുക്ക് നോർമൽ വാട്ടറിൽ ചെയ്താലും മതി കേട്ടോ. പിന്നെ ആദ്യം നമ്മൾ ചെയ്തത് സ്ക്രബ്, അത് നമ്മൾ കോഫിയും ഷുഗറും വെച്ചിട്ടാണ് ചെയ്തത്. അതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള പാക്കേജാണ്. പിന്നെ ഇത് ഹോം റെമഡി ആയതുകൊണ്ട് തന്നെ ആർക്കും അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും ധൈര്യമായിട്ട് ചെയ്യാം. കോഫി പൗഡർ അങ്ങനെ അലർജി അങ്ങനെ ആർക്കും ഉണ്ടാവാറില്ല. ചിലവർക്കൊക്കെ ഈ ടർമറിക് അലർജി ആയിരിക്കും. അല്ലെങ്കിൽ ടർമറിക് അലർജി ഇല്ലാത്തവർ ഇതിലേക്ക് ഒരു പിഞ്ച് ടർമറിക്കും കൂടെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വൈപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നന്നായിട്ടൊരു റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഫസ്റ്റ് യൂസിൽ തന്നെ നന്നായിട്ട് റിസൾട്ട് അറിയാൻ പറ്റും. ഇത് വീക്ക്ലി വൺസ് എങ്കിലും ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതുകൊണ്ടൊരു വൈപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആവാൻ തന്നെ വെക്കുക. കാരണം എന്താണെങ്കിലും നമുക്ക് അതിൻ്റെ എഫക്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. നമ്മൾ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ലല്ലോ. എല്ലാവരും ഒരു 10 മിനിറ്റെങ്കിലും മിനിമം വെക്കുക. വയ്ക്കാൻ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കിത് ക്യാമറയിൽ എന്തുമാത്രം ഡിഫറൻസ് മനസ്സിലാവും എനിക്കറിയില്ല. എന്തായാലും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പാക്കാണ് കേട്ടോ. ഹോം റെമഡി ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം എല്ലാവരും വീക്ക്ലി വൺസ് എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും നമ്മുടെ സ്കിന്നിൽ. അപ്പം നമ്മൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ ഷോപ്പിലേക്ക് പോവാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് വൺ ഇത് നമ്മുടെ ടോണറാണ്. ഞാൻ പ്ലമ്മിൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ. അപ്പം ഞാൻ ടോണർ ഇങ്ങനെ ഡയറക്റ്റ് ഫേസിലേക്ക് സ്പ്രേ ചെയ്യാറില്ല. കണ്ണിലേക്കൊക്കെ പോകില്ല, അങ്ങനെ ഒരു പേടി. അതുകൊണ്ട് ഞാൻ കയ്യിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫേസിൽ ഫുള്ളായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കും. നെക്കിലും കൂടെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആവട്ടെ. അടുത്തത് സെറമാണ് കേട്ടോ. ഇത് ഞാനിപ്പം റീസെൻ്റ്ലി യൂസ് ചെയ്ത സെറാണ്. ഞാൻ പ്ലമ്മിൻ്റെ ഹോൾ വീഡിയോയിൽ, പ്ലമ്മല്ലല്ലോ പർപ്പിളിൻ്റെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡെർമഡോക്കിൻ്റെ 2% ആൽഫ ആർബുട്ടിൻ സെറമാണ്.
പിഗ്മെന്റേഷന് ട്രീസ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആൻഡ് ഇമ്പാർട്ട് സ്കിൻ ഗ്ലോ പിഗ്മെന്റേഷൻ ഉള്ളതാണ് കേട്ടോ. അപ്പൊ എന്റെ ഫേസിൽ ഫുള്ള് പിഗ്മെന്റേഷൻ ആണല്ലോ. ഈ സൈഡിൽ പിന്നെയും കുറവാണ്, ഈ സൈഡിൽ നല്ലോണമായിട്ട് ഉണ്ട്. ക്ലിയർ ആവുന്നില്ല ഈ സൈഡിൽ ഇങ്ങനെ പിഗ്മെന്റേഷൻ ആണ്. പിന്നെ ദഹിക്ക് ഇവിടെയൊക്കെ ഉണ്ട്, അങ്ങനെ എല്ലായിടത്തും പിഗ്മെന്റേഷൻ ഉണ്ട്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. വലിയ റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കുറച്ച് 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മളൊരു 3 മന്തെങ്കിലും യൂസ് ചെയ്ത് നോക്കിയാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. റിസൾട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, വർക്കായി എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കേട്ടോ. കാരണം ഇത് ഒരു ബോട്ടിൽ പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഇതിപ്പോൾ ഒരു പകുതിയോളം ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു 3 മന്ത് യൂസ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അടുത്ത സെറം ഞാനത് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് 3 ഡ്രോപ്പ് പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട് കേട്ടോ. നല്ലതാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പിഗ്മെന്റേഷന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വർക്ക് ആവാനായിട്ട് തുടങ്ങിയിട്ടില്ല. പക്ഷെ ആൽഫ-ആർബുട്ടിൻ നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ പിഗ്മെന്റേഷൻ ഉള്ളത്. ആൽഫ-ആർബുട്ടിൻ, അതുപോലെ തന്നെ കോജിക് ആസിഡ്, അങ്ങനത്തെ കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് പിഗ്മെന്റേഷൻ റിലീസ് ചെയ്യാനായിട്ട്. പക്ഷെ ഇതെല്ലാം വളരെ ചെറിയൊരു അളവാണ്, ഇതിലാണെങ്കിൽ 2% ഉള്ളൂ. അപ്പൊ അത് വർക്ക് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പൊ നമ്മളിത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. പിന്നെ ഈ സെറമാണ് എൻ്റെ പ്ലമ്മിന്റെ നയാസിനമൈഡ് സെറം ഉണ്ടല്ലോ, ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തോണ്ടിരുന്നത്. അതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് പ്ലമ്മിന്റെ നയാസിനമൈഡ് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അത് സ്കിന്ന് നല്ലോണം ബ്രൈറ്റൻ ആക്കും. കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു 3-4 മാസമൊക്കെ യൂസ് ചെയ്യണം. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം അറിയായിരുന്നു. നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നയാസിനമൈഡ് ഈ പറഞ്ഞ പോലെ ബ്രൈറ്റനിങ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പൊ നമ്മുടെ സെറം അബ്സോർബ് ആയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മോയ്സ്ചറൈസർ പ്ലം ആണ്. തീരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു ബോട്ടിൽ കൂടെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അത് ജെല്ലാണ് കേട്ടോ. കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാമല്ലോ, ജെൽ ടൈപ്പ് ആണ്. സാധാരണ ജെൽ ടൈപ്പ് ഡ്രൈ സ്കിന്നുകാർക്ക് അങ്ങനെ പറ്റാറില്ല. ഡ്രൈ സ്കിന്നുകാർക്ക് എപ്പോഴും ക്രീം ബേസ്ഡ് തന്നെയാണ് നല്ലത്. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡ്രൈ സ്കിന്നാണ്, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേറെ ഒരു മോയ്സ്ചറൈസറും അങ്ങനെയൊക്കെ മാറ്റി പിടിക്കാറില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർവ് ആവും. ഒരു സ്കിന്നുകാർക്ക് തന്നെ കണ്ണം കൂട്ടി മേടിക്കാം കേട്ടോ. കാരണം എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് തന്നെ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഓയിൽ സ്കിന്നുകാർക്ക് നല്ലതാണല്ലോ. ഓയിൽ സ്കിന്നുകാർക്ക് ഇങ്ങനത്തെ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറാണ് വേണ്ടത്. കാരണം അവർ ഓയിൽ ബേസ്ഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഓയിലിയാവും. സാധാരണ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ നമ്മൾ ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസൊക്കെ കുറച്ചുകൂടെ ഡ്രൈ ആക്കേണ്ടതാണ്. പക്ഷെ ഇതങ്ങനെ ഡ്രൈ ആക്കുമൊന്നുമില്ല കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. പിന്നെ ഒരു ഹെവി ഫീലൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു ക്രീം അപ്ലൈ ചെയ്ത പോലെ ഒരു ഹെവി ഫീലൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. അപ്പം അങ്ങനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് കുറച്ചധികം പ്രാവശ്യം ഇങ്ങനെ ഉരയ്ക്കുന്നുണ്ടല്ലേ നോർത്ത്. അങ്ങനെ ചെയ്യേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ സംസാരത്തിൻ്റെ ഇടയിൽ പിടിച്ച് ഉരയ്ക്കുന്നതാണ്. അപ്പം മോയ്സ്ചറൈസർ കഴിഞ്ഞു. അപ്പോൾ മോയ്സ്ചറൈസർ ഒന്ന് അബ്സോർബ് ആവട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ലിപ് ബാം ചെയ്യാം. ലിപ് ബാമൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിഗ്മെന്റേഷന് വേണ്ടിയിട്ട് നല്ല ലിപ് ബാമാണ്. മെലാലുമിൻ എന്ന് പറഞ്ഞിട്ടൊരു മെഡിക്കൽ ബ്രാൻഡാണ് കേട്ടോ. മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഉണ്ടാവും. ഞാനിത് കുറച്ച് അധികമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ഓർമ്മയില്ല, ആരോ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ മേടിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് ആരാണെന്ന് എൻ്റെ ഏതോ ഒരു ഫ്രണ്ടായിരുന്നു, പക്ഷെ ആരാണെന്ന് ഞാൻ മറന്നുപോയി. കാരണം ഒരു 3-4 വർഷമായിട്ട് അത് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് ആരാണെന്ന് ഞാൻ മറന്നുപോയി. പക്ഷെ എങ്കിൽ നല്ലതാണ്. അന്നാണ് ഞാൻ ഈ ബ്രാൻഡിന്റെ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇവർക്ക് വേറെ കുറേ പ്രോഡക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, മോയ്സ്ചറൈസറോ അതുപോലെ തന്നെ അങ്ങനെ കുറേ പ്രോഡക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
അപ്പം ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ലിപ് ബാം നല്ല പ്രൊഡക്റ്റാണ്. അപ്പം നമ്മുടെ മോയ്സ്ചറൈസർ ഡ്രൈ ആയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ സൺസ്ക്രീനാണ്, പ്ലമ്മിൻ്റെ തന്നെ കേട്ടോ. ഇതൊന്ന് തീർന്നിട്ട് വേണം എൻ്റെ ഡേംഡോക്കിൻ്റെ പർപ്പിളില്ലേ, പർപ്പിൾ സൺസ്ക്രീൻ നമ്മൾ ഈയിടെ വാങ്ങിയത്, അത് ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതൊന്ന് തീർന്നിട്ട് വേണം യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഒന്നും അങ്ങനെ വേസ്റ്റ് ചെയ്ത് ഇഷ്ടമില്ല കേട്ടോ. ഇപ്പം നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് എടുത്ത് കളയാൻ പാടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തീരുന്നവരെ യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ എന്ത് സാധനമാണെങ്കിലും ഞാനത് തീരുന്നവരെ യൂസ് ചെയ്യും. അങ്ങനെ വേസ്റ്റ് ചെയ്യാറുള്ളത് സാധനം. കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസ ഒക്കെ മേടിക്കുന്നതല്ലേ. അപ്പം അതുകൊണ്ടൊന്നും വേസ്റ്റ് ചെയ്യാറില്ല. ഇത് തീർന്നിട്ട് ഡൗൺലോഡ് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. ഈ പറഞ്ഞ പോലെ നല്ല റിവ്യൂ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചു വാങ്ങിച്ചാൽ. അപ്പോൾ അതാ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ നമ്മുടെ റെമഡി എല്ലാവരും ചെയ്ത് നോക്കുക. വീക്ക്ലി വൺസെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഹോം റെമഡീസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.